നമ്മൾ വീട്ടിൽ വന്ന് പാട്ട് പാടുന്നൊരു പരിപാടിയുണ്ട്. പാട്ടൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. ഞങ്ങൾ വന്ന വിശേഷം കൂടി പറയാം. വന്നത് ഈ 26-ാം തീയതി വോട്ട് ചെയ്യാൻ പോകണം, ഇഷ്ടപ്പെട്ട സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് പറയാനും കൂടി വന്നതാണ്. അത് പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലെങ്കിലും ചെയ്യും. പക്ഷേ അങ്ങനല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതനുസരിച്ച് മാധ്യമങ്ങളുടെ ഒരു ജോലി എന്താ, പരമാവധി വോട്ട് ചെയ്യുന്ന ആൾക്കാരെ പ്രേരിപ്പിക്കണം. അപ്പോൾ അത് നമ്മളൊരു ഉത്സവമായിട്ട് അങ്ങ് എടുത്തു. അപ്പോൾ നമ്മുടെ നാട്ടിൽ പാട്ടും തമാശയും കോമഡിയും ഒക്കെ ആയിട്ട് ഇപ്പോൾ ഗ്രാമം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ ചെമ്പിലാണ് ഇന്ന് നമ്മളുടെ പരിപാടി. നമ്മൾ നേരത്തെ പുള്ളിൽ പോയിരുന്നു, വടകര പോയിരുന്നു. അപ്പോൾ സാബു ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. സാബു ചേട്ടാ ഒന്ന് മുമ്പോട്ട് നിന്നാട്ടെ. സാബു ചേട്ടനെ അറിയാമല്ലോ അല്ലേ? സാബു ചേട്ടൻ ഇവിടുത്തെ ഒരു മിനി ഗന്ധർവ ഗായകനാണ്. മിനി എന്ന് പറയാൻ പറ്റത്തില്ല, വൈക്കത്തിൻ്റെ ഗന്ധർവ ഗായകനാണ്. നേരത്തെ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ സാബു ചേട്ടൻ്റെ? സാബു ചേട്ടൻ്റെ ഒരു പാട്ട് നമുക്ക് ഇവിടെ ഈ വീട്ടിൽ നമ്മൾ പാട്ട് പാടും, അതിനുശേഷം നമ്മൾ പോകത്തുള്ളൂ. എങ്ങനെ മൊത്തത്തിലൊരു മണ്ഡല വേണ്ട രാഷ്ട്രീയ ഗവൺമെന്റ് ഉദ്ദേശം പറയാം. മോളെന്ന് പറഞ്ഞാൽ എന്താ ഒരു ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നിലപാട് മൊത്തത്തിൽ? അങ്ങനെ രാഷ്ട്രീയം ശ്രദ്ധിക്കാറുണ്ടോ? വാർത്തകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? വാർത്ത കാണാറുണ്ട്, പക്ഷെ രാഷ്ട്രീയം ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഫോളോ ചെയ്യാറില്ല. ഇല്ല. ഇവിടെ ഇടത് മുന്നണി ജയിക്കുവോ അതോ ഐക്യജനാധിപത്യം? അറിയത്തില്ല. കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? നല്ല, കുഴപ്പമില്ല. പാവപ്പെട്ട ആളുകൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിണറായി സർക്കാരിനെ കുറിച്ച് എന്താ അഭിപ്രായം? പുഞ്ചിരിയിൽ ഒതുക്കി. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. അതാണ്. അപ്പം അതൊരു എക്സ്പ്രഷനാണ്, ഒരു പുതിയ തലമുറയിലെ ഒരാളുടെ കാഴ്ചപ്പാടാണ്. അതിൽ നമുക്ക് തിരുത്താൻ അവകാശമൊന്നുമില്ല. അത് അഭിപ്രായങ്ങൾ പറയാം. വോട്ട് ചെയ്യാൻ പ്രായമായിട്ടില്ല, പക്ഷേ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയാനുള്ള സമയമുണ്ട്. പക്ഷേ വോട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ 2 വർഷം കൊടുക്കും അല്ലേ? 2 വർഷം കൂടെ കഴിഞ്ഞാൽ വോട്ട് ചെയ്യാം. എനിക്ക് ഇനി 17 വയസ്സാവുന്നു. 17 വയസ്സാവുന്നുള്ളൂ. അപ്പോൾ 2 വർഷം കൂടെ കഴിഞ്ഞാലേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 16 വയസ്സായിട്ടുള്ളൂ. മോളുടെ പേര് ആവണി. ആവണി. ബാക്കി 2 പേരുണ്ടല്ലോ ഇവിടെ, അഞ്ജന രഞ്ജന അല്ലേ? അഞ്ജന നിരഞ്ജന. ഓക്കെ, അഞ്ജനയും നിരഞ്ജനയുമാണുള്ളത്. പാട്ട് ഇഷ്ടമാണല്ലോ. അപ്പം സാബു ചേട്ടൻ പാടുന്ന പാട്ടിനോടൊപ്പം പാടാം നമുക്ക്. അപ്പോൾ നമുക്കൊന്ന് പാട്ട് കേട്ട് നോക്കാം. പാട്ട് ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. മഞ്ഞുമേൽ ബോയ്സ് കണ്ടോ സിനിമ? കണ്ടില്ലേ? സിനിമ കാണാൻ കൊണ്ടുപോയില്ലേ അച്ഛനും അമ്മയും? കൊണ്ടുപോകുന്നില്ലേ? അതെന്താണ് അമ്മ വയ്യാതിരിക്കുന്നുണ്ട് അല്ലേ? വയ്യാതിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പോകുന്നില്ല. അപ്പോൾ നമുക്ക് സാബു ചേട്ടൻ ഒരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലേ? അപ്പോൾ സാബു ചേട്ടൻ്റെ ഒരു പാട്ട്. വന്ദേ മാതരമംബികാം ഭഗവതേ വാണീം രമാം സേവിത കല്യാണി കമനീയ കൽപ്പലതികാ കൈലാസനാഥ പ്രിയ വേദാന്ത പ്രതിപാദ്യമാന വിഭവാ വിദ്വദ്മനോരഞ്ജിനി ശ്രീചക്രാങ്കിത രത്നപീഠനിലയ ശ്രീരാജരാജേശ്വരി ശ്രീരാജ രാജേശ്വരി. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലന്നു തീരും. മിഥുനലഗ്നത്തിൻ്റെ പൂമുഖത്തന്നമ്മ മധുരസ്മിതം തൂകി നിൽക്കും. മധുരസ്മിതം തൂകി നിൽക്കും. ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാലന്നു തീരും. മിഥുനലഗ്നത്തിൻ്റെ പൂമുഖത്തന്നമ്മ മധുരസ്മിതം തൂകി നിൽക്കും. മധുരസ്മിതം തൂകി നിൽക്കും. ഓക്കെ ചേട്ടാ, ഗംഭീരായി. എനിക്കൊന്ന് ഈ പാട്ട് മുഴുവനെ കേൾക്കാനുള്ളൊരു എനിക്കൊന്ന് എല്ലാവരും ആ ഒരു മൂടി നിൽക്കുമായിരുന്നു. പക്ഷേ എനിക്കൊരു ബ്രേക്ക് വേണം, അതുകൊണ്ടാണ് ശല്യപ്പെടുത്തിയത്. പക്ഷേ മനോഹരമായ പാട്ടാണ്. നിങ്ങളുടെ കമൻസ് വരുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ ചേട്ടൻ്റെ പേര് ഞാനങ്ങ് പറഞ്ഞു. ചേട്ടനല്ല, ചേട്ടൻ്റെ പേര് എനിക്കറിയാം. സുമാരൻ ചേട്ടൻ അല്ല, അച്ഛൻ സുമാരൻ ചേട്ടൻ, ദിലീപ്. അപ്പോൾ നമ്മൾ സുമാരൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഇനി നമ്മൾ അടുത്ത വീട്ടിലേക്ക് പോകാൻ നമുക്ക് സമയമില്ല. നമ്മൾ അവിടെ വെച്ചൊരു നാടൻ പാട്ട് പ്രകടനത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും. പാട്ട് ഇഷ്ടമായില്ലേ? പാട്ട് ഇഷ്ടമായില്ലേ എല്ലാവർക്കും? പാട്ട് ഇഷ്ടമായില്ലേ? നല്ല പാട്ടല്ലേ? അപ്പോൾ നല്ല പാട്ടാണ്. അപ്പോൾ എല്ലാവരും തെരഞ്ഞെടുപ്പിനൊക്കെ വരും. 26-ാം തീയതി വോട്ട് ചെയ്യാൻ പോകും. വോട്ട് ചെയ്യാനൊക്കെ പോകില്ലേ? ഓക്കെ. അപ്പോൾ മോളുടെ ഒരു രാഷ്ട്രീയ അഭിപ്രായം പറഞ്ഞു. വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായം എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ?